ഒരു 24 വയസ്സുകാരൻ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയായിട്ടുള്ള എൻ്റെ നാട്ടുകാരൻ തന്നെ ആയിട്ടുള്ള മിസ്റ്റർ മുഹമ്മദ് ഫാമിൻ സാറെ ഞാൻ വെൽക്കം ചെയ്യാണ്. ഫാമിൻ സാർ, പ്ലീസ് വെൽക്കം. Yes, sir. Yes, sir. Good morning. Good morning. Good morning. ഹലോ നാസർ, എൻ്റെ വോയിസ് ഓഡിയബിൾ അല്ലേ? ഓക്കെ സാറിന് എന്ത് ചെയ്യാം, നല്ല രീതിയിലൊന്ന് പരിചയപ്പെടുത്താം സാറിന്. യെസ്, ഓക്കെ. സോ എൻ്റെ പേര് മുഹമ്മദ് ഫഹ്മീൻ, സ്വദേശം നമ്മുടെ മലപ്പുറം കൊണ്ടോട്ടിയാണ്. സോ ഈ കമ്പനിയുടെ നിലവിൽ പേൾ എക്സിക്യൂട്ടീവ് എന്നുള്ള റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. നാസറെ, ഓക്കെ. യെസ് സാറ്, ഫസ്റ്റ് ആണ് ചോദിക്കുന്നത്, ഒരു ബിസിനസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? യെസ്, ഓഫ് കോഴ്സ്. ഈ ബിസിനസ് പാരമ്പര്യമുള്ള ഒരു ഫാമിലിയിൽ നിന്നാണോ സാർ വന്നിട്ടുള്ളത്? അല്ല, ഒരിക്കലും ഒരു ബിസിനസ് പാരമ്പര്യമുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആളൊന്നുമല്ല ഞാൻ, മനസ്സിലായല്ലോ. സോ അപ്പോൾ ഞാൻ എങ്ങനെ വന്നു എന്നുള്ള ഒരു കാര്യം ഞാൻ എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞോ നാസർ സാറേ, എങ്ങനെ വന്നു എന്നുള്ള ഒരു കാര്യം ഞാൻ പറയാം. സോ ഞാൻ എൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഈ ഒരു ബിസിനസ്സിലോട്ട് കൊണ്ടുവന്ന വ്യക്തിയുടെ പേര് പറയാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മീറ്റിംഗ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു ഒറ്റ ഒരു വ്യക്തി ഈ ഒരു അവസരം തന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള പല മാറ്റങ്ങളും ഉണ്ടായിട്ടുള്ളത്. സോ എൻ്റെ ഡിഗ്രിയിൽ തന്നെ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള, ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരേ ഇയറിൽ പഠിച്ചിട്ടുള്ള, കമ്പനിയുടെ എമറാൾഡ് എക്സിക്യൂട്ടീവ് റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്ന മിസ്റ്റർ ഫർസിൻ സാർ ആണ് ഈ ഒരു ബിസിനസ് അവസരം എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സോ താങ്ക് യു ഫർസിൻ സാർ, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. സോ താങ്ക് യു. സോ അതായത് ഒരു എൻ്റെ ഡിഗ്രി സെക്കൻഡ് ഇയർ എൻ്റെ ആയിക്കൊണ്ട് എൻഡിങ്ങിൻ്റെ സമയത്താണ് നമ്മുടെ ഈ കൊറോണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു കാലത്ത് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, പെട്ടെന്ന് ഒരു ദിവസം വൈകുന്നേരം കോളേജിൽ പോയാൽ നമ്മൾ റിട്ടേൺ വീട്ടിലെത്തിയ സമയത്ത് പിന്നീട് നൈറ്റിലായപ്പോഴത്തേന് ഒരു ന്യൂസ് വരികയാണ്, ഇനി എന്ത് ചെയ്യാൻ പാടില്ല, സ്കൂള് കാര്യങ്ങൾ ഒരു പരിപാടിയില്ല, മൊത്തം ക്ലോസ് ആണ് എന്നുള്ളൊരു സാധനം വരികയാണ്. പിന്നെ കുറേ കാലം നമ്മൾ എന്താണ് ഈ കൊറോണയുടെ ആ ഒരു പരിപാടിയിലായിട്ട് നമ്മൾ വീട്ടിലിരിക്കുകയാണ്. സോ അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി. വീണ്ടും നമ്മുടെ കോളേജ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നില്ല, പിന്നീട് തേർഡ് ഇയറിലോട്ട് പോകാൻ, കാരണം കൂടെയുള്ള പല ആളുകളും എന്ത് ചെയ്തു, കോളേജ് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം സെക്കൻഡ് ഇയറിന് ക്ലാസ് ഉണ്ടാകുന്ന സമയത്ത് ഫസ്റ്റ് ഇയേഴ്സിനും തേർഡ് ഇയേഴ്സിനും ക്ലാസ് ഉണ്ടാവില്ല, തേർഡ് ഇയേഴ്സിന് ക്ലാസ്സിലാണ് ഫസ്റ്റ് ഇയേഴ്സിന് ക്ലാസ്, ഇങ്ങനത്തെ പല സാധനങ്ങൾ വന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് കോളേജിൽ പോകാനുള്ള മൂഡ് പോയി. കാരണം അന്നത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണല്ലോ, കാരണം വെറും പഠിപ്പല്ലല്ലോ, നമ്മൾ കുറച്ച് പരിപാടി കളിക്കണം, കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മൂഡ്. സോ ഇങ്ങനത്തെ ഒരു സാധനം, പിന്നെ എല്ലാവരും മാസ്ക് ഉപയോഗിക്കണം, ഇതൊക്കെ വന്നപ്പോൾ നമ്മളെ മൂഡ് അങ്ങോട്ട് പോയി. അതോടുകൂടി നമ്മൾ പിന്നെ കോളേജിൽ പോകേണ്ട എന്നുള്ളൊരു സംഭവം തീരുമാനമാക്കി. സോ ഇങ്ങനെ പിന്നീട് പക്ഷേ വീട്ടിലുള്ള ആളുകളുടെ ക്യാഷിന്, അതായത് ഉപ്പയുടെ ക്യാഷിന് ജീവിക്കുന്നതിൽ എനിക്ക് ഒരിക്കലും ഒരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ഡിഗ്രി പഠനമാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ സ്വന്തമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഞാൻ പണിക്ക് പോയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കും. സോ അപ്പോൾ ഈ ഡിഗ്രി ഞാൻ മൊത്തത്തിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്ത സമയത്ത് പിന്നീട് എനിക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ഞാൻ എൻ്റെ അമ്മാവൻ്റെ കൂടെ തന്നെ പെയിൻറ്റിങ് ജോലിക്ക് പോയി. സോ ഈ ഒരു പെയിൻറ്റിങ് എന്നുള്ള ഒരു ജോലിക്ക് ഞാൻ കുറച്ചു കാലം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫർസിൻ സാർ ഈ ഒരു ബിസിനസ് അവസരം എന്നെ പരിചയപ്പെടുത്തി തരുന്നത്. സോ ആള് എങ്ങനെ പ്രോപ്പറായിട്ട് എന്നോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ആൾ ഈ ഇവിടെ കുറച്ച് കാലങ്ങളായി എൻ്റെ ബാക്കിലാണ്. സോ എനിക്ക് എന്താ പരിപാടി സാധനങ്ങളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ലേനു. സോ ആൾ പിന്നീട് ഒരു ദിവസം വീട്ടിലോട്ട് വന്നു, ഒന്ന് പോകാമെന്ന് പറഞ്ഞാൽ നേരെ പോയി. പിന്നെ നേരെ കാണുന്നത് സുഫാൻ സാറിനാണ്. സുഫാൻ സാറിൻ്റെ അടുത്ത് കാണാൻ നേരെ പോണത്. സോ സുഫാൻ സാർ കാര്യങ്ങൾ സംസാരിച്ചു. സുഫാൻ സാർ ഇതിൻ്റെ പ്ലാനിങ് കാര്യങ്ങൾ പറഞ്ഞു തന്നു. സോ ഇതിനെ പ്ലാൻ കേട്ട സമയത്ത് തന്നെ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള സാധനം എന്ന് പറയുന്നത് പാസീവ് ഇൻകം എന്നുള്ള ഒരു സാധനമാണ് ഇതിൽ എന്നെ കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സാധനം സ്ട്രൈക്ക് ചെയ്ത് കൂടി പിന്നെ എന്നെ പരിചയപ്പെടുത്തി തന്ന വ്യക്തിയെ എനിക്കറിയാം. പിന്നെ സുഫാൻ സാറിനെ കണ്ടപ്പോൾ അവരുടെ പ്രസന്റേഷനും ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമായി. അങ്ങനെയാണ് എൻ്റെ ഇതിലോട്ടുള്ള ഒരു വരവ്. ഷോർട്ടാക്കി സംസാരിക്കാനുണ്ടോ സാറേ? യെസ്, അപ്പൊ ഇങ്ങനെയായിരുന്നു എൻ്റെ ഇതിലോട്ടുള്ള ഒരു വരവ്. ഓക്കെ, ഇപ്പോ എന്താ പറയാ, ഫാസ്റ്റ് ആയിട്ടാണ് മില്ലർ കാറ്റഗറിയിൽ എത്തിയിട്ടുള്ളത് അല്ലേ? യെസ് സാർ, യെസ് സാർ. അതിന് മുന്നോടിയായിട്ട് ഫാമിലി ബാക്കപ്പ് ഒക്കെ എങ്ങനെയാണ്? ഫാമിലി വലിയ റിച്ച് ഒന്നല്ല, എല്ലാവരെയും പോലെ നോർമൽ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഉപ്പ ഗൾഫിലാണ്. പിന്നെ ഏട്ടന്മാർ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഒറ്റൊരു ആൺകുട്ടിയാണ്, പിന്നെ ഉള്ളൊരു പെങ്ങളാണ്, പിന്നെ ഉമ്മ ഉണ്ട്, വലിയമ്മ ഉണ്ട്. സോ അങ്ങനത്തെ ഒരു സ്മോൾ ഫാമിലിയാണ്, അല്ലാതെ വലിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലി ഒന്നുമില്ല. ഇറ്റ്സ് ആവറേജ്. വലിയേട്ടനാണ്, ഡോൺ ആണ്. അടിപൊളി. ഓക്കെ, അപ്പോ ഈ ബിസിനസ്സിൽ ഞാൻ നേരത്തെ ചോദിച്ചു, വേഗത്തിൽ അല്ലെ, ഏറ്റവും എന്താ പറയാ 9 വേഗത്തിലൊക്കെയാണ് ഫർസിൻ സാർ മില്ലണർ കാറ്റഗറിയിൽ എത്തിയിട്ടുള്ളത്. അത് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് പറയാം. നേരത്തെ പറഞ്ഞു ഫർസിൻ സാറാണ് പരിചയപ്പെടുത്തിയത്, അതായത് ട്രാൻസ്ഫോമർ ആണ് പരിചയപ്പെടുത്തിയത്. അതിന് നേരെ ചെന്ന് കാണുന്നത് പവർ സ്റ്റേഷനെയാണ്.
നല്ല എന്താ പറയാ വേഗത്തിൽ തന്നെ പോകും. യെസ്. ഇതിന്റെ ഒരു ചെറിയ ഗുട്ടൻസ് എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്താൽ. അതിന്റെ ഗുട്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പ്ലാൻ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ എനിക്ക് തരുന്നത് ഞാനൊരു സൊഫാൻ സാറിന്റെ ഒരു വാഗ്നർ എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യം സൊഫാൻ സാർ യൂസ് കാറിലായിരുന്നു. ആ കാറിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാൻ ഞാൻ കേൾക്കുന്നത്. സോ ഇത് കേട്ട സമയത്ത് തന്നെ ഞാൻ സൊഫാൻ സാറിന്റെയും ഫർസർ സാറിന്റെയും കൂടെ ഫുൾ ടൈം ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് ഞാൻ. ഇന്ന് സ്പോട്ടിൽ ആ പ്ലാൻ കേട്ട വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും ഇല്ല. കേട്ടു, തുടങ്ങില്ല. ഫസ്റ്റ് ചോദിച്ചു നമ്മൾ തുടങ്ങില്ല, എന്നാൽ തുടങ്ങാന്ന് പറഞ്ഞു. നേരെ വണ്ടി യൂ ടേൺ എടുത്തു. ഞാൻ വീട്ടിൽ പോയി, ഞാനൊന്ന് ഫ്രഷ് ചെയ്തു, ഫ്രഷപ്പ് ആയി. സുഫാൻ സാറും ഫസ്റ്റ് സാറും എൻ്റെ വീട്ടിലിരുന്നു. സോ അന്ന് ഞാൻ ഇവരുടെ രണ്ടാളുടെയും കൂടെ ഇറങ്ങിയതാണ്. അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് രാത്രി വരെ ഞാൻ സുഫാൻ സാറിൻ്റെയും ഫർസൻ സാറിൻ്റെ കൂടെയാണ് ഈ ബിസിനസ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു ദിവസം പോലും എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ കാണാതിരുന്നിട്ടോ അങ്ങനത്തെ കാര്യം നമ്മൾ ചെയ്തിട്ടില്ല. അതായത് അവരായിട്ടുള്ള ഒരു കോണ്ടാക്ട്സിലും അവരായിട്ടുള്ള ഒരു ബന്ധമാണ് ഇന്ന് തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചിട്ടുള്ളത്. കാരണം ഒരു വലിയ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ്, ഈ ബിസിനസ്സിൽ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഫ്രഷ് ആയിട്ട് വരുന്ന ആൾക്കാരാണ്. സോ ഒരു സാധാരണക്കാരായിട്ടുള്ള വലിയ യൂണിവേഴ്സിറ്റി പോയി പഠനം നേടി ഉദ്യോഗസ്ഥരെന്നല്ല ഞാൻ, ഒരു സാധാരണക്കാരായിട്ടുള്ള എന്നെ ഇവിടെ വന്നിട്ട് ഒരു 10 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങിപ്പിക്കുന്ന ലെവലിൽ മാറ്റിയിട്ടുള്ളത് അഫ്കോഴ്സ് സുഫാൻ സാറും മിഥിലാൽ സാറിൻ്റെയും ഫർസൻ സാറിൻ്റെയും ഓരോ കൂടെയുള്ള ബന്ധമാണ്. അവർ തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു ലെവലിലൂടെ മാറാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ, ലീഡേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, മിംഗ്ലിംഗ്. അതെ, തീർച്ചയായിട്ടും. പല ആളുകളും എന്താണ് നമ്മളെ ബിസിനസ്സിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് ലീഡേഴ്സുമായിട്ട് ഉടക്കിയിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും അല്ലെ. ബിസിനസ് ആണ്, നിങ്ങളുടെ ബിസിനസ് വളരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ലീഡേഴ്സുമായിട്ട് നിരന്തര കമ്മ്യൂണിക്കേഷൻ വേണം, എങ്കിൽ തന്നെ നടക്കുള്ളൂ.